Falling drops, jungle shine, sparkling rays makes you high. Come on, play with us, come to the world of fun. We are here with you. Dum dum hippo, dum dum kutta, enne kutta, nidaleva. Dum dum hippo, dum dum kutta, enne kutta, nidaleva. Enne kutta, nidaleva. Va 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 va. Dum dum hippo, dum dum kutta, enne kutta. Dum dum hippo, dum dum kutta, enne kutta, nidaleva. Dum dum hippo, dum dum kutta, enne kutta, nidaleva. Enne kutta, nidaleva. Va 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 va. Dum dum hippo, dum dum kutta, enne kutta. Dum hippo, hippo. എല്ലാവരും ഇവിടെ നോക്കിയേ, അറ്റൻഡൻസ് എടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഉഴപ്പന്മാരെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ടുട്ടു വന്നിട്ടുണ്ടോ? ടുട്ടു പ്രസന്റ് ടീച്ചർ. ഡം ഡം പ്രസന്റ് ടീച്ചർ. ബേബി ക്രോക്കി, ബേബി ക്രോക്കി. ആ മുതലക്കുട്ടി വന്നില്ലേടാ? ഞാനിവിടെ ഉണ്ട് ടീച്ചർ. എന്തുവാടാ അവിടെ ഒരു കള്ളക്കളി? നിനക്കെന്താ പ്രസന്റ് ടീച്ചർ പറഞ്ഞാൽ? സൈലൻസ്. അവന്റെ 2 പല്ല് കാരണം അവന് പ്രസന്റ് ടീച്ചർ എന്ന് പറയാൻ പറ്റുന്നില്ല ടീച്ചർ. മിണ്ടാതിരിക്കടാ കഴുതകളെ. ഈ കൂട്ടത്തിൽ കഴുതകളില്ല ടീച്ചർ, ബാക്കിയുള്ളവർക്കും ഉണ്ടാലോ. Left, right, left, right, left, right, left, right, left, right, left, right, left. എന്തൊരു ക്രൗഡ്! ഓ, ആ റബി ടീച്ചറുടെ ഡിസിപ്ലിൻ ഇല്ലാത്ത കുറെ കുട്ടികൾ. ഹോ, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്.
യാഹൂ. ഛേ, ഈ മങ്കികൾക്കും തീരെ ഡിസിപ്ലിൻ ഇല്ല. എങ്ങനെയുണ്ടാകും? കുരങ്ങല് വർഗം നോൺസെൻസ്. ടീച്ചർ ഇവിടെ മഞ്ചാടിക്കുരി എടുത്തു. ശരി, ഇന്നലെ എന്താണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ കുട്ടികളെ? പറയൂ. ഹേ, ദേ നമ്മുടെ PT മാഷ് കൗക്കൗ സായിപ്പ് വരുന്നേ. ആ റാബി ടീച്ചറുടെ കുട്ടികളെ ഞാൻ ചട്ടം പഠിപ്പിച്ച് കാണിച്ചു തരാം. എന്നോടാ കളി. ഒന്നും മിണ്ടാതിരിക്കെ. ഇവരെ കൊണ്ട് തോറ്റല്ലോ. കൗക്കൗ, PT മാഷ്, ഇയാൾക്ക് ഇന്നിവിടെ ക്ലാസ് ഇല്ലല്ലോ. ജോലി ഉണ്ടാക്കാനായി കേറി വന്നിരിക്കുകയോ? അല്ല, മാഷിക്ക് ഇന്നിവിടെ ക്ലാസ് ഇല്ലല്ലോ. കണ്ടുപഠിക്കണം. Excuse me, Rabbit teacher. സൈലൻസ്. നിങ്ങളെങ്കിലും ഒന്നും മിണ്ടാതിരിക്കും കുട്ടികളെ. Yes, I understand, Rabbit teacher. Yes, I understand. ഈ കാട്ടിലെ കുട്ടികൾ എവരി ടൈം സ്മാർട്ട് ആയിരിക്കണം. ഒരു PT മാഷ് എന്ന നിലയിൽ എപ്പോഴും അത് ഉറപ്പാക്കേണ്ടത് എന്റെ ജോലിയാണ്. ദാറ്റ്സ് മൈ ഡ്യൂട്ടി. പക്ഷേ മിസ്റ്റർ കൗക്കൗ, ഇന്ന് എന്റെ ക്ലാസ് ആണ്. ഞാൻ ഇവരെ ഒന്ന് പഠിപ്പിച്ചോട്ടെ. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഞാൻ അമേരിക്കയിൽ PT മാഷായിരുന്നപ്പോൾ, അതായത് എന്റെ ഊഹം ശരിയാണെങ്കിൽ 93-ൽ അവിടുത്തെ മുഴുവൻ മൃഗങ്ങളെയും ഗുസ്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ഗുസ്തി പഠിക്കണം മാഷേ. മാഷേ, ഈ ഗുസ്തി പഠിക്കുമ്പോ അടിയൊക്കെ കിട്ടുക? അടിക്കരുത് കേട്ടോ. ഈ കുട്ടികൾക്കാർക്കും തന്നെ ഗുസ്തി അറിയില്ല. ചിക്കാഗോയിൽ ഒരു ഗുസ്തി വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു ഈ മിസ്റ്റർ കൗക്കൗ. അറിയാമോ? അണ്ടർസ്റ്റാൻഡ്? നാശം. നിർത്തുന്നുണ്ടോ ഈ പൊങ്ങച്ചം? തന്റെ സ്റ്റുപ്പിഡ് ക്ലാസ് കാരണം ഈ തൊരപ്പൻ കുട്ടികൾ മുഴുവൻ ഇഡിയറ്റുകളായി മാറിയിരിക്കുകയാണ്. PT മാഷേ, ഇടിയറ്റല്ല, ഇഡലിയാണ്. മിണ്ടരുതടേ. എന്ത് ഇഡലിയോ? ഫുള്ളാക്കുന്നോടാ റാസ്കൽസേ. നിനക്കൊക്കെ തീറ്റയുടെ വിചാരമേയുള്ളൂ. ഇപ്പോൾ സർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന്. ഒന്ന് പോ എന്റെ PT മാഷേ. വെയിറ്റ് ടീച്ചർ റാബി, തീർന്നില്ല. ഞാൻ ഈ കാട്ടിൽ ഭയങ്കര ഒരു സ്പോർട്സ് സ്കൂൾ തുടങ്ങും. നിന്റെ സ്റ്റുപ്പിഡ് ക്ലാസ് കുട്ടികൾക്ക് വെറും വേസ്റ്റ് ആണ് ടീച്ചർ റാബി, വെറും വേസ്റ്റ്. എണീറ്റ് ചേട്ടടാ. ഡെയിലി എക്സസൈസ്, അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. സൈലൻസ്. ഓ, സൈലൻസ്. ഇവരെ കൊണ്ട് പൂർത്തി മുട്ടി ഞാൻ നല്ല അടി തരും. അയ്യോ, ദാണ്ടെ കൊമ്പം വരുന്നേ. PT മാഷേ ഓടി രക്ഷപ്പെട്ടു. PT മാഷേ ഓടി രക്ഷപ്പെട്ടു. അയ്യോ, PT മാഷേ കൊമ്പം വരുന്നേ. അടുത്ത പാര. അയ്യോ, PT മാഷേ കൊമ്പം വരുന്നേ. എടേ, ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് വരാ. കൊറേ നേരായി. എന്തായി ചപ്ലാച്ചി? ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നീ എന്നെ ബടുത്തി. ഞാനാണോ? നിന്നെ തന്നെ. ഇങ്ങോട്ട് വരാ. മിസ്റ്റർ തലയൻ, അപമാനിക്കരുത്. നമുക്കൊരു ധാരണയിലെത്താം. PT മാഷേ രക്ഷപ്പെട്ടു. തലയും ചിഹ്നം വിളിച്ചേ. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോഴാ ഓർത്തത്. മോർണിംഗ് എക്സസൈസിൽ ഓട്ടത്തിന്റെ കാര്യം മറന്നു. ഇപ്പൊ ഓടിയേക്കാം. ആ തലയനെ ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. പോയാ ബേഷ്. അങ്ങനെ കൗക്കൗ സ്ഥലം വിട്ടു. ഹോ, സൈലൻസ്. റാബി ടീച്ചറെ, ദേ കൊമ്പൻ ചേട്ടൻ നിൽക്കുന്നു. ദാ അടുത്ത പാര. ഇനി എങ്ങനെയാ ഈ വിദ്വാനെ ഒന്ന് ഒഴിവാക്കാം? റാബി ടീച്ചറെ, ആ കൗ ഓടിയ ഓട്ടം കണ്ടോ?
എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഈ സാധാരണഗതിയിലെ ഞാൻ ഇത്തരം ചീള് കേസിലൊന്നും ഇടപെടാറില്ല. താങ്ക് യു കൊമ്പ. നീ വേണമെങ്കിൽ എന്റെ ബോഡി ഗാർഡായിട്ട് ഇവിടെ എങ്ങാനും നിന്നോ. നിന്നെയൊക്കെ ഒരു ചുക്കിനും ചുണ്ണാവിനും കൊള്ളില്ലെങ്കിലും ചില ഭീരുക്കൾ നിന്നെയൊക്കെ കണ്ട് പേടിച്ചോടുന്നുണ്ട്. അത് വലിയ കാര്യമാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അയ്യോ, എന്തൊരു അപമാനം അല്ലേ? ഹോ, ഞാൻ ആരാണെന്ന് കരുതിയേ നിന്നെ സഹായിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊമ്പനെയും ഓടിക്കാം. പറയൂ, നിങ്ങൾ ഇന്ന് എന്താണ് പഠിച്ചത്? സ്പോർട്സ് സ്കൂൾ തുടങ്ങിയാൽ ടീച്ചറുടെ കാര്യം പോക്കാണെന്ന് പഠിച്ചു. തല തിരിഞ്ഞവന്മാരെ അല്ലേ? അത് കലക്കിയുടെ ഡംഡം. അല്ലേലും ആ റാബിറ്റ് ടീച്ചർക്ക് കൊമ്പ് കുറച്ച് കൂടുതലാ. ഓടിക്കോ, നമ്മുടെ PT മാഷ് മുമ്പേ ഓടിയിട്ടുണ്ടേ. അതാ PT മാഷ് പോകുന്ന പോക്ക് കണ്ടോ? അയ്യോ, PT മാഷ് ഒരു മണ്ടൻ തന്നെ. എടാ ടുട്ടു, നിനക്കൊരു കൂട്ടായടാ. എന്തോന്ന്? അല്ല, നീയല്ലേ ഞാനറിയുന്ന ഏറ്റവും വലിയ മണ്ടൻ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. ഏയ് അരുതരുത്, കൂൾ ഡൗൺ. എടാ ടുട്ടു, നിനക്ക് ചെകുത്താന്റെ ചോരയാ. അതാ ദേഷ്യം വരുമ്പോ ഈ പല്ലും കൊമ്പുമൊക്കെ വരണത്. ബുദ്ധി ഇല്ല. എടാ ടുട്ടു, നമ്മൾ ഓരോന്നും പഠിക്കുന്നത് എവിടെ നിന്നാ? ഹിപ്പോ സ്കൂളിൽ നിന്നുള്ള പഠിപ്പ് റെഡിമെയ്ഡ് ആണ്. തയ്ച്ചു വെച്ചിരിക്കുന്ന ഉടുപ്പ് പോലെയാണത്. നമ്മൾ ചുറ്റുപാടിൽ നിന്നും ഓരോന്ന് കണ്ടു പഠിക്കണം. അതെങ്ങനെ? ഇതിനൊക്കെ ബുദ്ധി വേണ്ടേ? അതല്ലേ നിനക്ക് ഇല്ലാത്തത്. എടാ ടുട്ടു, എനിക്കുള്ളത് നിറച്ച് ബുദ്ധിയാണ്. ഭയങ്കര ബുദ്ധിമാനായ ജീവിയെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? ദേ നോക്കിക്കേ, ഈ ഞാൻ തന്നെ. അയ്യേ, ഓടി വാടാ, ആ PT മാഷെ ഒന്ന് ചൂടാക്കണം. സ്കൂൾ വിട്ടിട്ട് എന്താടാ വീട്ടിൽ പോയില്ലേ? ഇയൊക്കെയല്ലേ കൂവിയത്? PT മാഷെ ക്ഷമിക്കണം. PT മാഷെ കൂവിയത് ഞാനല്ല. നീയല്ലേ പിന്നെ? ദേ, ഈ നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമാനാണ് ഡം ഹിപ്പോ. ഓഹോ, വലിയ മഹാമാരെ കൂവി തോൽപ്പിക്കല ഇവന്റെ പണി. എടാ ടുട്ടു, വഞ്ചക മിണ്ടാതെടാ. ആ ഹിപ്പോയുടെ മോനായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. അതെന്താ, ഹിപ്പോപ്പന് അങ്ങേക്ക് അത്ര ബഹുമാനമാണോ? അതിടാ, എന്റെ വാഴത്തോട്ടത്തിൽ കാട്ടുപന്നി കയറും. അതിനെ ഓടിക്കാൻ നിന്റപ്പൻ ഹിപ്പോയെ വിളിച്ചു വരുത്തി ഞാൻ പാട്ട് പാടിക്കാറുണ്ട്. പാറകൾ കൂട്ടിയുരയുന്ന മാതിരിയുള്ള നിന്റപ്പന്റെ ശബ്ദം കാട്ടുപന്നിക്ക് പേടിയാ. അയ്യോ, അപ്പം ഗാനമേളക്ക് പാടാൻ പോണ മാതിരി ആണല്ലോ അങ്ങോട്ട് പാടാൻ വരുന്നത്. പഴയ പോലൊന്നും പാടാൻ പറ്റുന്നില്ല. ഒന്ന് പാടി നോക്കട്ടെ. ശരിയായില്ല. എന്തെങ്ങനെ ചെറുപ്പം? പിച്ചിമുല്ല ചെത്തി ചെമ്പൻ പൂവേ പൂവേ. മഞ്ഞമുത്ത് മാരിമുത്ത് കണ്ടോ കണ്ടോ. ശരിയായില്ല. മാറിമണി മാറിമണി മാല ചുറ്റി ആടാടാട. അയ്യോ,
വരുന്നതാ അച്ചാച്ചി. മാരിമണി മാരിമുത്ത് മഞ്ഞമുത്ത് മാരിമുത്ത് മഞ്ഞമുത്ത് മാരിമുത്ത് മഞ്ഞമുത്ത് പിച്ചിമുല്ല ചെത്തി ചെമ്പൻ പൂവേ പൂവേ മാരിമണി മാരിമുത്ത് മഞ്ഞ 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 മാരി മാരി മഞ്ഞ പൂവേ പൂവേ. പ്രിയപ്പെട്ട ഞണ്ടുകളെ, നമുക്ക് ഈ തടാകക്കരയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. നല്ല കടി കൊടുക്കാൻ കാലഞ്ഞണ്ടുകൾക്ക് ശക്തിയുണ്ട്. എവിടാ കടിക്കേണ്ടത്? നീ പറ. ഹിപ്പോപ്പൊട്ടാമസ് ആണ് വർഗം, അത് ഓർമ്മ വേണം. എന്റെ പ്രബുദ്ധരായ ഞണ്ടുകളെ, നമ്മൾ ഒന്നിച്ചു നിന്നാൽ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് കടി കൊടുക്കാൻ പറ്റും. ഇപ്പോഴുള്ള കടിക്കടിയെ പറ്റി ഓർമ്മ വേണം. അതാ ഡംഡം ടുട്ടും വരുന്നത് കണ്ടോ? അവരോട് കാര്യം പറയണം. എടാ ഡംഡം, നിന്റെ അപ്പൻ എന്താ വട്ടായോ? എന്തു പറ്റി ഞണ്ടന്മാരെ? അയ്യോ, നിന്റെ അപ്പൻ ഞങ്ങളുടെ ഞണ്ടുകുഴിയൊക്കെ ചവിട്ടി കലക്കിട്ട് പോയേ. ബേഷ് ബേഷ്, അതപ്പൻ നാടോടി നൃത്തം പഠിച്ചിട്ട് വരുന്ന വഴിയായിരിക്കും. ചവിട്ടും തോഴിയൊക്കെ കിട്ടും. അപ്പന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കണം, അതാ നിങ്ങളുടെ പണി. എടാ തൊരപ്പന്മാരെ, നിന്റെയൊക്കെ കയ്യിൽ നിന്ന് തന്നെ നിന്റെ അപ്പന് ചവിട്ട് കിട്ടണം, എന്നാലേ പഠിക്കൂ. വാ, നമുക്ക് പോകാം. ആ ഞണ്ടുകളോട് തർക്കത്തിന് പോകണ്ട. ബുദ്ധിമുട്ടായി, നമുക്കെവിടെ തർക്കം? മഞ്ഞമുത്ത് മാരിമുത്ത് കണ്ടോ കണ്ടോ. എടി എടി എടി, പണി പറ്റി. ദാ അവന്മാര് തലം കുത്തി വീണെന്നാ തോന്നുന്നത്. ഓടിക്കോ ഓടിക്കോ. ഓ ഓ, എടാ ടുട്ടു, നീയൊരു കഴുതയാണെന്ന് എനിക്ക് മനസ്സിലായടാ. എന്തു ചെയ്യുമടാ, അപ്പനിട്ടാ തൊഴിച്ചത് എങ്ങനെ വീട്ടിൽ ചെല്ലും? ചേട്ടാ നിൽക്ക്. ചേട്ടൻ എങ്ങോട്ടാ ഓടുന്നത്? എടാ ടുട്ടു, നോക്ക്, ആ പോണത് ആരാണെന്ന് അറിയാമോ? ഏത്? അത് കരടി പോലീസ് അല്ലേ? അതാ, അപ്പന്റെ അടുത്തേക്കാണല്ലോ അയാള് പോണത്. സർ. ഹായ് മിസ്റ്റർ ഹിപ്പോ. സർ. ഒടുവിലത്തെ റിപ്പോർട്ടിൽ ഈ ചിത്രത്തിൽ കാണുന്ന ബിരുദനുമുണ്ട്. എല്ലാറ്റിനെയും നമുക്ക് ഉടനടി വെക്കാം. വെരി ഗുഡ് വെരി ഗുഡ്. ആ ഗ്യാങ്ങിനെ മുഴുവൻ ഉടൻ അറസ്റ്റ് ചെയ്യണം. ജാഗ്രതയായി നീങ്ങണം. അറസ്റ്റോ? അപ്പോ അപ്പൻ നമ്മളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. എടാ ടുട്ടു, ഇനി അപ്പന്റെ മുന്നിൽ എങ്ങനെ ചെല്ലുമെടാ? നീയല്ല അപ്പന്റെ പുറത്തിട്ട് തൊഴിച്ചത്. ഇപ്പൊ നിന്ന് നമ്മ തല്ലി ശരിയാക്കുമെടാ. അപ്പാ അപ്പാ. അയ്യോ, ആകാശവിട് എന്റെ പുറത്ത് വീണതാണോ? ഓ, അപ്പാ. എടാ എടാ, അപ്പനെ വിളിക്കാതെടാ പിശാചേ. അയ്യോ, അപ്പൻ നമ്മളെ കണ്ടുവടാ. കഴുത മൂപ്പിലും പ്രശ്നം പറ്റി ഇന്നലെ പറഞ്ഞതാ, സൂക്ഷിക്കണമെന്ന്. എടാ ടുട്ടു, ഓടി വാടാ, എന്റെ പുറത്തെന്തോ വീണടാ. ആവൂ, എടാ പണി പറ്റി. അപ്പന് വീണത് നമ്മളാണെന്ന് മനസ്സിലായില്ലടാ. എടാ ഓടി വാടാ. ആരും പിടികിട്ടിയടാ, പിടികിട്ടി. അപ്പാ അത് ടുട്ടു ടുട്ടു എടാ. അപ്പാ, ഒന്നുമില്ല. ആ കരടി പോലീസ് എന്തിനാ കാട്ടിൽ വന്നത്? അങ്ങൊരു അപ്പന്റെ അടുത്ത് എന്നതാ പറഞ്ഞത്? എന്തോന്ന്? ഇവിടെ നടു വളഞ്ഞിരിക്കുമ്പോഴാ ഏത് പോലീസ്? എടാ, ആകാശം പൊട്ടി വീണുകൊണ്ടിരിക്കുക, ഒരെണ്ണ എന്റെ പുറത്തും വീണു. നീയൊക്കെ സൂക്ഷിച്ചോ.
അപ്പൊ ഞങ്ങൾ കണ്ടതാണ്. അപ്പൻ ഉരുളണ്ട ഉരുളണ്ട. കടവുളെ ഇവന്മാര് കൊളവാക്കുമോ? നീയൊക്കെ എന്താടാ കണ്ടു? ആ കരടി പോലീസിനെ ഞങ്ങൾക്കറിയാം. ആരടാ അയാള്? എടാ അയാൾ എലിശല്യം ഒഴിവാക്കാൻ എന്നെ പാട്ടുപാടാൻ വിളിച്ചതാ. ഇതാ ഇങ്ങനെ കേട്ടു പഠിച്ചോടാ. പിച്ചിമുല്ല തെത്തിച്ചെമ്പൻ പൂവേ പൂവാറിമണി മാല ചുറ്റി ആടാ മാടാ മാരിമുത്ത് മഞ്ഞമുത്ത് ഈ പാട്ട് കേട്ട ആകാശല്ല എല്ലാം പൊട്ടി വീണു. മാരിമുത്ത് മഞ്ഞമുത്ത് മാരിമുത്ത് മഞ്ഞമുത്ത് കണ്ടോ കണ്ടോ. അപ്പം വിഷയം മാറ്റണ്ട. ആളബോധമില്ലാത്ത ഈ വെറ്റകളോട് എന്ത് പറയാൻ? അപ്പനെന്താ ചുറ്റിക്കളി ഉണ്ടാ? എത്ര ചുറ്റിക്കളി ഉണ്ടെങ്കിലും ആ അപ്പന്റെ മക്കളല്ലേ നമ്മള് കണ്ടുപിടിക്കണ്ടേ? ഗുഡ് ഈവനിങ് ഹിപ്പോപ്പ. കൊടീവനിങ് തന്നെ വിളിച്ച് ഞാൻ എത്ര പാട്ട് കച്ചേരി വെച്ചു. എന്തു പറ്റി പി ടി മാഷേ? എടോ കുന്ത്രാണ്ടമ്മേ, എന്റെ വാഴത്തോട്ടത്തിൽ കാട്ടുപന്നി മാത്രമല്ല എലിയുടെയും ബഹളമാ. നോക്കടാ, അപ്പന് പാട്ടിന്റെ ഓർഡർ കിട്ടുന്നത് കണ്ടോ? ഇതിനായിരുന്നു കരടി പോലീസും വന്നത്. ഒന്നുമില്ലെങ്കിലും നിന്റെ അപ്പനല്ലേടാ ഞാൻ. ഇങ്ങനെ സംശയിക്കാൻ പാടണ്ടോ? എന്തു പറ്റി ഹിപ്പോപ്പ? താൻ ദേഷ്യത്തിലാണോ? അല്ല, കുട്ടികൾക്ക് ഓരോരോ സംശയങ്ങളെ. മുങ്ങിയടാ, നല്ല സുന്ദരമായി മുങ്ങി. മുങ്ങിയോ? ആ നിൽക്കുന്നാരാ? അപ്പനല്ലേ? അതല്ലടാ കഴുതേ, അപ്പൻ നമ്മുടെ ചോദ്യത്തിന്ന് മുങ്ങി. തനിക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല, അപാരമായി പാടാൻ കഴിയുന്ന വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. തന്റെ പഴയ പാട്ടൊന്നും കേട്ടാൽ ഇനി പേടിക്കില്ലടോ. കുറച്ച് വെടിപൊട്ടുന്ന മാതിരി ഒരു പാട്ടൊന്ന് പാടിക്കേ. അതിപ്പോ അന്ന് പാടിയ പാട്ട് അത് തന്നെയാണോ? ഓ, കിട്ടിപ്പോയി. ഇത് കേട്ടോ. ഞെട്ടറ്റിറ്റ ആപ്പിൾ പോൾ ഞാൻ ഈ കാട്ടിൽ പെട്ടാലോ, തൊട്ടറ്റത്ത കാട്ടാറി മുങ്ങിത്താണു മരിച്ചാലോ. ഇത് മതി, ഇത് മതി, ഇത് തന്നെ. ഓ, താനൊരു ഇടിവെട്ട് പാട്ടുകാരൻ തന്നെ. ഇതാകുമ്പോൾ പീരങ്കി വെടി പൊട്ടിക്കുന്ന മാതിരിയുണ്ട്. അപ്പോ ഇന്ന് രാത്രി എന്റെ വാഴത്തോട്ടത്തിൽ എലിയെ ഓടിക്കാൻ താൻ ഇതൊന്ന് പാടണം. ഞാൻ പോട്ടെ. അപ്പോ ഇന്ന് രാത്രി കാണാം. We will see you at night. അപ്പൻ മുങ്ങിയടാ, നല്ല സുന്ദരമായി മുങ്ങി. ആപ്പിൾ പോൾ ഞാൻ ഈ കാട്ടിൽ പെട്ടാലോ. അപ്പനെവിടെ? അപ്പം മുങ്ങി, ഇത്തവണ ശരിക്കും മുങ്ങി. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അപ്പാ 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 എന്താടാ രണ്ടും കൂടി കൂവണത്? ഹിപ്പോപ്പൻ ഇങ്ങോട്ടെങ്ങാനും വന്നു ഹിപ്പോമേ? ഓ, അങ്ങേരെ അപ്പുറത്തെ വള്ളിക്കട്ടിൽ കയറി കിടപ്പുണ്ട്. ചേട്ടാ, എന്നെ കൂടി കൊണ്ടുപോ. ഹിപ്പോപ്പൻ എവിടെ പോയി കിടക്കുക? എങ്ങടോ മുങ്ങി ലക്ഷണുണ്ട്. എന്റെ അയ്യോ, എടാ പെരിച്ചാഴികളെ പേടിപ്പിക്കാതെടാ. ഹിപ്പോമേ, ആ കരടി പോലീസ് ഹിപ്പാപ്പനോട് ആരെയോ പിടിക്കുന്ന കാര്യം പറഞ്ഞു. അടമുളെ, ഇവന്മാരെന്നെ കുഴപ്പത്തിലാക്കുന്ന ലക്ഷണമുണ്ട്. അക്കാര്യം രഹസ്യമാക്കി വെക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇവർക്കാണേൽ അത് തീരെ ഇല്ലതാനും. എന്ത്? നിങ്ങൾ വീണ്ടും കുഴപ്പത്തിൽ ചാടാൻ പോവാണോ? വെറുതെ ഈ കുട്ടികൾ ഓരോന്നും പറഞ്ഞ് നിന്നെ പേടിപ്പിക്കുക. എടാ കൂട്ടിത്തല്ലിക്കാതെടാ. വീട് കലക്കാതെടാ. പഠിക്കാനുണ്ടേ പോയി പഠിക്കടാ. അപ്പന്റെ വാലയെ തൂങ്ങി പാരയും വെച്ച് നടക്കുന്നു. അപ്പൻ എന്തോ ഒളിക്കുന്നുണ്ട്. ഞങ്ങളത് കണ്ടുപിടിക്കും, തീർച്ച. അയ്യോ, കണ്ടുപിടിക്കുമോ? നീയോ? എടാ ഡംഡം,
നിന്നെ ഈ കാട്ടിലിട്ട് ഓടിച്ചിട്ട് കാട്ടിലെഞ്ചാടിച്ചിട്ട് കാട്ടാന കൂട്ടത്തിലാക്കിയാലോ? കാട്ടാന കൂട്ടത്തിലാക്കിയാലോ? കുട്ടിക്കാമലിൽ കത്തിച്ചാലോ? കാട്ടാന ചിഹ്നം വിളിച്ചാലോ? നിന്നെ ഈ കാട്ടിലിട്ടോടിച്ചിട്ടാറ്റിലും ചാടി മറിച്ചിട്ട കാട്ടാന കൂട്ടത്തിലാക്കിയാലോ? നിന്നെ ഈ കാട്ടിലിട്ടോടിച്ചിട്ടാറ്റിലും ചാടി മറിച്ചിട്ട കാട്ടാന കൂട്ടത്തിലാക്കിയാലോ? നിന്റെ കുട്ടിക്കവിളിൽ തട്ടിച്ചളുക്കിയിട്ട് കാട്ടാന ചിഹ്നം വിളിച്ചാലോ? പാട്ടും കൂത്തും കഴിഞ്ഞ് അവര് പോയി. എനിക്കൊരു പേടി പോലെ. നിങ്ങൾ ആ പോലീസ് കരടിയുടെ വാക്കുകേട്ട് കള്ളന്മാരെ പിടിക്കാൻ ഇറങ്ങിയാൽ നിങ്ങളെ കള്ളന്മാർ അടിച്ചു പഞ്ചറാക്കും. കള്ളനെ പിടിക്കാൻ പോയില്ലെങ്കിൽ കരടി പോലീസ് എന്നെ ശരിയാക്കുമടി. രണ്ടായാലും ഇടി ഉറപ്പാ. എടുത്തു വെച്ച് കാണാടി. ഞാൻ രണ്ടും കൽപ്പിച്ച. ആരെങ്കിലും ഒരാളെ പിടിച്ചോണ്ട് കൊട്. കള്ളനാണെന്ന് പറഞ്ഞാ മതി. കള്ളനല്ലടി, ഇത് വലിയ കേസാ. സിംഹരാജനെ കൊന്ന് രാജ്യം പിടിക്കാൻ പുറപ്പെട്ട കരിമ്പുലിയും വെട്ടം പോത്തുമാ പിടികുട്ടാ പുള്ളികൾ. അവരെയാ തപ്പി അകത്താക്കേണ്ടത്. എന്റെ കാട്ടുദൈവങ്ങളെ, കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് ഞാൻ അങ്ങ് ഏറ്റുപോയി. ഇനി എന്തൊക്കെയാണാവോ സഹിക്കേണ്ടി വരാ. നീ പേടിക്കണ്ടാടി. ഇടി മുഴുവൻ ഞാൻ മേടിച്ചോളാം. ചേട്ടാ ചേട്ടാ അയ്യോ, ചേട്ടന് എന്ത് പറ്റി? ചേട്ടാ കുരങ്ങന്മാരുടെ ചീത്ത കേൾപ്പിച്ചപ്പോ നിനക്ക് സമാധാനം ആയില്ലേ? നക്ഷത്രങ്ങളെ എണ്ണി എണ്ണി ഞാൻ വരികയായിരുന്നു. നീയല്ലേ ചോദിച്ചത് ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന്? നിന്റെ മണ്ടൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മാങ്ങ എറിഞ്ഞിട്ട കാര്യം നീ ആ ക്രോക്കിയങ്കിളിനോട് പറയുമെന്ന് പേടിപ്പിച്ചു. എടാ കള്ള കിറുമാണികളെ,
എന്റെ 6 മാങ്ങയാ നഷ്ടമായത്. കള്ളനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ ക്രോക്കി അങ്കിൾ, ഓടിക്കോ 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 ഓടിക്കോ. പിന്നെ എന്റെ കയ്യിൽ കിട്ടുമടാ. എന്നോടാ ഇവന്മാരുടെ കളി. നിന്റെ ഒരു മണ്ടൻ ചോദ്യം. എടാ, ജീവികളായ കുറെയൊക്കെ ബുദ്ധി വേണം. ബുദ്ധി വേണം. നിനക്ക് വിവരവുമില്ല, തീരെ ബുദ്ധിയുമില്ല. ഒരു കാര്യം ചെയ്യും, നിനക്ക് വല്ല അറിവും വേണമെങ്കിൽ എന്നോട് ചോദിക്കടാ മണ്ട. ദേ നോക്ക്, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്നാ. മണ്ടൻ ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ട. ഭൂമിയിലെ വല്ല കാര്യവും ചോദിക്കടാ കഴുതേ. ഹോ, എന്നാൽ പറ ചേട്ടാ, ഭൂമിയിൽ എത്ര വീടുകളുണ്ട്? അയ്യോ എടാ തലതിരിഞ്ഞവനെ, നിനക്ക് എവിടുന്ന് കിട്ടുന്നടാ ഈ കിറുക്കൻ ചോദ്യം? കൺമുമ്പിലുള്ളത് വല്ലതും ചോദിക്കും. ശരി, എന്നാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. കൺമുന്നിൽ എത്ര കൺപീലികളുണ്ട്? എന്തോന്ന് കൺപീലികൾ? കൺപീലികളാണ്. എത്രയുണ്ടെന്ന് പറഞ്ഞാട്ടെ. ഇതെന്തോന്ന് ചോദ്യമാടാ കൊരങ്ങ? വേറെ വല്ല ചോദ്യവും ചോദിക്ക്. ശരി, എന്നാ ഞാൻ കാറ്റിനെ പറ്റി ചോദിക്കട്ടെ? ശരി ചോദിക്ക്. കാറ്റിന്റെ ഗതി, ശീതക്കാറ്റ്, ഉഷ്ണക്കാറ്റ്, അങ്ങനെ അങ്ങനെ ചോദിക്കടാ, ചോദിക്ക്. ശരി, വേറൊരു ചോദ്യം ചോദിക്കാം. കാറ്റുണ്ടാകുന്നത് കൊണ്ടാണോ മരം അനങ്ങുന്നേ, അതോ മരം അനങ്ങുന്നത് കൊണ്ടാണോ കാറ്റുണ്ടാകുന്നേ? ഓ മണ്ണാങ്കട്ട, എന്തൊരു കുറുക്ക് ചോദ്യാടത്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വലിയ ബുദ്ധിമാനല്ല ചേട്ടൻ. പറ ചേട്ടൻ പറ. ഓ മാപ്പ് ജഗദ്ഗുരുവേ. എടാ 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 കുരുട്ടു ബുദ്ധി, പോടാ പോടാ. അതെന്താടാ ആ പറക്കുന്നത്? പോലെ എന്തോ. അത് 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 പട്ടം തന്നെയാണ്. പട്ടം. പട്ടമോ? എത്ര നൂലുകൾ! ഓടിവാടാ ഓടിവാ, അത് നമുക്ക് വേണം. പട്ടം. ചേട്ടാ, എന്നെ കൂടി കൊണ്ടുപോ. അതെന്താണപ്പാ? വലിയ പട്ടമാണല്ലോ. ചേട്ടാ, എന്നിട്ടിട്ട് പോകല്ലേ. എന്നിട്ടിട്ട് പോയാലോ എന്നാൽ ഇന്നൊരു പുലിവാലായി. എടാ ടുട്ടു, ഓടിവാടാ ഓടിവാ. ചേട്ടാ ചേട്ടാ, ചാടിക്കോ ചേട്ടാ. ഭൂമി കറങ്ങണോ? അയ്യോ ചേട്ടാ, ഭൂമി കറങ്ങണേ. അപ്പാ അപ്പാ, രക്ഷിക്കപ്പാ, രണ്ടൻ ചേട്ടനെ പട്ടം പിടിച്ചു. എന്തടാ പട്ടമോ? കാല് ചുറ്റിപ്പിടിച്ച് ഓടി വരേ. അയ്യോ, ഇത് കടലിലേക്ക് പോരേ. പാരച്ചൂട്ടാണല്ലോ. കിട്ടി. എടാ ഡംഡം, താഴേക്ക് ചാടടാ. എടാ മണ്ട, ചാടാൻ. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ, ഇപ്പോമേ രക്ഷിക്കണേ. അയ്യോ, തലകറങ്ങുന്നേ, ഇപ്പോമേ രക്ഷിക്കണേ. അയ്യോ 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 അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ദാ ഡംഡമിനെ പട്ടം പിടിച്ചേ. അത് പട്ടമല്ലടി ബുദ്ധിയില്ലാത്തവളെ, അതൊരു പാരച്ചൂട്ടാ. എടാ എടാ, അത് നിയന്ത്രിക്കാൻ പഠിച്ചിട്ട് വേണ്ടേ അത് കേറാൻ? അയ്യോ, ഇതിന്റെ ബ്രേക്ക് എവിടെ? ബ്രേക്ക് എവിടെ? അയ്യടാ, ഇതാണ് പാരച്ചൂട്ട്. ഞാൻ വിചാരിച്ചു ഈ ആകാശം പോലെ അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ, ഇപ്പോമേ രക്ഷിക്കണേ. അയ്യോ അയ്യോ അയ്യോ, മരത്തിൽ മേടിക്കേ.
ഇതാര് ഡംഡമോ? എന്റെ മാങ്ങായും പറിച്ചോണ്ട് പോയിട്ട് ഇവൻ കുട വിരിച്ചു കളിക്കുന്നു. ഡായ്, ഇവിടെ വാടാ. എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഈ കൊട? ക്രോക്കിയങ്കളെ വേണ്ട, ഞാൻ തന്നെ ആകെ കുഴപ്പത്തില, എന്നെ പിടിക്കണ്ട. അല്ലേ, നീ ആരാടാ? നിന്നെ ഇന്ന് ഞാൻ ശരിപ്പെടുത്തും. എടാ ഡംഡം, പാരച്യൂട്ടിന് കാറ്റ് പിടിച്ചാൽ അത് നിന്നെ കൊണ്ട് ഉയരും. വേഗം ചാടി രക്ഷപ്പെടടാ. ആ ക്രോക്കി മുതലയോട് ആ കയറിലൊന്ന് പിടിക്കാൻ പറ. എടാ ഡംഡം, നിനക്ക് ചെവിയും കേൾക്കത്തില്ലേ? അവനൊപ്പം തൂങ്ങാൻ പോവാണോ? രണ്ടുപേരെയും കൊണ്ട് തോറ്റു. അപ്പാ, ക്രോക്കി അങ്കിൾ ഡംഡം ചേട്ടനെ തപ്പി നടക്കുകയായിരുന്നു. ക്രോക്കി അങ്കിളിന്റെ മാങ്ങ പറിച്ചത്രേ. നിനക്കൊക്കെ നാണമില്ലേടാ? അവന്റെ മാങ്ങയെ കണ്ടുള്ളോ പറിക്കാൻ? രണ്ടൂടെ സ്കൂളിൽ പോയാ പിന്നെ മരത്തെ കയറ്റവും മലക്കവും മറിച്ചിലുമാ പണി. ജോലി ഉണ്ടാക്കാനായിക്കൊണ്ട്. കയറ് താഴേക്ക് വലിക്കേ, ഡംഡമിനെ രക്ഷിക്കൂ. നിന്നെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് നഷ്ടപരിഹാരം വേണം. നിന്റെ കൊടയുടെ കയർ എന്റെ കഴുത്തേൽ കെട്ടിയേക്കാം. ക്രോക്കിയങ്കിൾ, മണ്ടത്തരം കാണിക്കാതെ. ഇത് പാരച്യൂട്ടാണ്, കാറ്റടിച്ചാൽ പൊങ്ങും. നീ പോടാ, നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ പഴുക്കാനിട്ടിരുന്ന 6 മാങ്ങയാ നീ അടിച്ചു മാറ്റിയത്. നീയും നിന്റെ ഉണ്ടപ്പക്രും അനിയനും അന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അയ്യോ, കാറ്റ് പിടിക്കുന്നേ. ക്രോക്കിയങ്കിൾ, കയറുവിട്, കയറുവിട്. നോക്കു ഹിപ്പോമേ, നിനക്കല്ലേ എന്നെ ഒരു വിലയില്ലാത്തത്? ഞാൻ പറഞ്ഞത് ആ ക്രോക്കി മുതല അനുസരിച്ചത് കണ്ടോടി? നാം കൊട്ടാരത്തിൽ ഇത്ര വേഗത്തിൽ ഉലാത്തുന്നതിന്റെ രഹസ്യം തനിക്കറിയാമോ? ഇല്ല മഹാരാജൻ. എടോ, ഒരു മഹാരാജാവ് പ്രജാക്ഷേമ തൽപരൻ. എപ്പോഴും തിരക്കായിരിക്കും, ഇരിക്കാൻ തീരെ നേരമില്ല. എവിടെ നേരം? അങ്ങിരിക്കേണ്ട, നടന്നുകൊണ്ട് കാര്യം പറയാം. അതാണതിന്റെ വഴീന്ന് പറയണത്. നടക്കണോ ഇരിക്കണോ എന്നൊക്കെ നോം തീരുമാനിച്ചു. എന്താ തന്റെ പ്രശ്നം? പറ. എടോ, കാനന രാജാവിനെയാണോ ഇരിക്കാൻ പഠിപ്പിക്കുന്നത്? താൻ വന്ന കാര്യം പറ. കരടി പോലീസ് അന്വേഷിക്കുന്ന അട്ടിമറി കേസാണ് വിഷയം. ആ കടുവയും വെട്ടൻ പോത്തും അങ്ങേ വധിച്ച് രാജ്യം പിടിച്ചെടുക്കാനാ പുറപ്പെട്ടത്. നമ്മെ വധിക്കാൻ? അവനാ കേമൻ. എടാ, അവനെ തപ്പി നീയൊക്കെ ഈ ഖജനാവിലെ എത്ര പണം മുടിപ്പിച്ചു? ദരിദ്രവാസികൾ പുതിയ അടവും കൊണ്ടുവന്നിരിക്കുക. ഇനി എത്ര പണം മുടക്കണം അവരെ തപ്പി അകത്താക്കാൻ? എന്റെ മൂക്കിന് തിളക്കം കിട്ടുന്ന ഒരു ലേപനമുണ്ട്, ഉണ്ടാപ്പു തൈലം. അത് വാങ്ങിച്ചോണ്ട് വേണം താൻ ഇനി വരാൻ. യു അണ്ടർസ്റ്റാൻഡ്? എങ്ങനെയുണ്ട്? അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു സ്മാർട്ടായ രാജാവല്ലേ ഞാൻ? പ്രഭോ, അങ്ങ് സുന്ദരനാണ്. പക്ഷേ എന്റെ സ്വഭാവം അത്ര സുന്ദരമല്ല. എടാ ചെകുത്താനെ, ആ കടുവയും കാട്ടുപോത്തിനെയും പിന്നെ ആ തരികിട കരിമ്പുലിയെ ഇന്ന് ഇവിടെ കിട്ടിയിരിക്കണം. ഓർഡർ. ഇവിടെ വേണം മണ്ടന്മാര്. നോക്ക്, ആ കാട്ടിലെവിടെയോ അവരുണ്ട്. നോക്കടാ. ഇന്നലെ കൂടി അവരെന്നെ ചീത്ത വിളിച്ചു. അവിടുന്ന് ആ മരത്തിനിടയിൽ എവിടെയോ അവർ ഒളിച്ചിരിപ്പുണ്ട്. അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ ബുദ്ധൂസുകളെ? വരൻ, ആ കാട് മുഴുവൻ അരിച്ചു പെറുക്കണം. സാർ, ആ കടുവ ഭയങ്കര അഭ്യാസിയാണ്. കാട്ടുപോത്ത് കരുത്തനാണ്. നമ്മൾ മുൻകരുതൽ വല്ലതും? എടോ, നമ്മൾ ട്രെയിനിങ് കിട്ടിയ കരടികളാണ്. ഇതാണ് മുൻകരുതൽ. വെരി ഗുഡ് പോലീസ് കരടികൾ, നിങ്ങൾ വലിയ സ്പോർട്സുകാരാണ്. എന്നെ ഒന്ന് അഭിനന്ദിക്കണം. ഈ കാട്ടിൽ ഈ മിസ്റ്റർ കൗകൗ ഒരു സ്പോർട്സ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. ശരി, തന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. വേഗം ഞങ്ങളോടൊപ്പം വരൂ. തുരപ്പൻ കടുവയെയും വെട്ടൻ പോത്തിനെയും തരികിട കരിമ്പുലിയെയും ഇന്ന് അറസ്റ്റ് ചെയ്യും.
മിക്കവാറും ഒരു ഉഗ്രം ഫൈറ്റിംഗ് വേണ്ടിവരും. ബോക്സിംഗോ? ഓ മൈ ഗോഡ്, ഞാനിപ്പോഴാ ഓർത്തത്. ബോക്സിങ്ങിന് എനിക്ക് ഇന്നൊരു ക്ലാസ് ഉണ്ട്. ഓ, തടി തപ്പിയേക്കാം. ആ വെട്ടൻ പോത്തിന്റെ കുത്തും ചവിട്ടും കൊണ്ടാൽ തീർന്നു. ഓ, ഇതെനിക്ക് പണിയുണ്ടാക്കുന്ന ലക്ഷണമുണ്ട്. കൗക്കൗവിന്റെ സ്പോർട്സ് സ്കൂളിനെതിരെ കുട്ടികളെ സംഘടിപ്പിച്ചുള്ള വരവാണല്ലോ ഇത്. ഹിപ്പോ സ്കൂൾ തുടങ്ങിയത് അങ്ങാണ്. അതിനിപ്പോ എന്തുണ്ടായി റാബി? നീ അത് ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ടല്ലോ. പിന്നെന്താ? അതേ, ആ കൗക്കൗ എന്റെ ക്ലാസ് നശിച്ച ഗുസ്തിശാലയാക്കാൻ പോകുന്നു ഹിപ്പോപ്പാ. അയ്യോ, എന്റെ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ അവിടെ തലയും കുത്തി ചാടുകയാണ്. ദാ വരുന്നടാ, പിച്ചയ്ക്കടിച്ച പന്ത് പോലെ നിങ്ങളുടെ കൗക്കൗ PT മാൻ. ഇതൊരു ശബ്ദം. ആഫ്റ്റർനൂൺ PT മാഷേ, എനിക്ക് ഈ എക്സർസൈസ് മാത്രമേ ഉള്ളൂ. എനിക്കറിയാം, ഈ ടീച്ചർ റാബി തന്റെ കാലിൽ കെട്ടി വീഴുകയാണ്. തന്റെ മോൻ ഡംഡം എന്റെ സഹായത്തോടെ പാരച്യൂട്ടിൽ പറന്നില്ലേ? എന്ത്? തന്റെ സഹായത്താലോ? നുണ. അവന്റെ കാലിൽ അറിയാതെ പാരച്യൂട്ടിന്റെ കയർ കുരുങ്ങിയതല്ലേ? നോൺസെൻസ്. എടോ, അംഗീകരിക്കണം. അവന്റെ കാലിൽ മാത്രം കുരുങ്ങിയതെങ്ങനെ? അവൻ എഴുന്നേറ്റ് ചാടി. കുട്ടികളാണെങ്കിൽ തല കുത്തി ചാടണം. മൈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അണ്ടർസ്റ്റാൻഡ്? ഈ ടീച്ചർ റാബി ഒരു നാഷണൽ വേസ്റ്റ് ആണ്. വേസ്റ്റ്. അതായത് ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ. ഞാൻ അമേരിക്കയിലല്ല, ആപ്പിൾ ബോൾ. ഞാൻ ഈ കാട്ടിൽ പെട്ടാലോ? വലിയ PT മാഷാണത്രേ. വിടുവായത്തരം പറഞ്ഞു നടക്കുകയല്ലാതെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പനോട് പാട്ടും പാടി നിന്നോ? ഡംഡമിനെ അവിടെ ക്രോക്കിയെങ്കിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ടീച്ചർ റാബി തീർന്നില്ല. നിന്റെ കുട്ടികളെ മുഴുവൻ ഈ മിസ്റ്റർ കൗക്കോ ഗുസ്തി പഠിപ്പിക്കും. നിന്റെ ആ പൊണ്ണത്തടിയൻ പൊട്ടനാന തലയനില്ലേ, അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അയാള് വന്നു കഴിഞ്ഞു. ദാ വരുന്നു തലയൻ. എന്തായി തോന്നിയാസം? ആളില്ലാത്തപ്പോ അധിക്ഷേപിക്കേ? എടാ കൗ, എടാ പരദൂഷണക്കാരാ, തലയാ, നീ വന്നത് നന്നായി. കേമായി റാബി, നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. അല്ല, നോം ആരാണെന്നാ നീ കരുതിയ? ഈ ഏഭ്യന നിനക്ക് പറ്റിയ യോഗ്യൻ. എക്സ്ക്യൂസ് മീ തലയാ, താൻ എന്റെ കൂടെ നിൽക്ക്. തന്നെ ഞാൻ ഗുസ്തി പഠിപ്പിക്കാം. പിന്നെ ചിക്കാഗോയിൽ നീ ആരാണെന്നാ നിന്റെ വിചാരം? അല്ല, നീ ആരാ? ഗുസ്തി എന്താണെന്ന് അറിയോ നിനക്ക്? നിന്നെ ഞാൻ അങ്ങോട്ട് ഗുസ്തി പഠിപ്പിക്കാം. അല്ല, വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ നീ ഇട്ടോ എന്ന് വെടിവെക്കും. അത് നമ്മെ. അയ്യോ, നിർത്തിയാട്ട ചേട്ടന്മാരെ. അപ്പനോട് പാട്ടും പാടി നിന്നോ? ഡംഡമിനെ അവിടെ ക്രോക്കിയെങ്കിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കേട്ടടാ, ഈ മാരണങ്ങളെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. എന്ത് ഹിപ്പോപ്പോ മാരണല്ലേ? ഇങ്ങോട്ട് പോയാൽ കഴിഞ്ഞു, ബന്ധമല്ല. അല്ലാത്ത എന്താ? അയ്യോ റാബി, നീ തലേനെ ഒന്ന് ആശ്വസിപ്പിക്കൂ. തലയേട്ടാ, തലയേട്ടാ. വേണ്ട റാബി, വിളിക്കണ്ട, പിൻവിളി വിളിക്കണ്ട. അല്ലേ പോട്ടെ റാബി, ഈ കാടിന് തന്നെ ഓടിക്കോടാ, നമുക്ക് രക്ഷപ്പെടാം. ആ കൗക്കൗ എന്നെ അവിടെ പിടിച്ചു നിർത്തിയതാ. ഡംഡം എവിടെ? ആ മുതലേം കാണുന്നില്ലല്ലോ. തലയാ, നീ ഓവർ സ്മാർട്ട് ആകണ്ട. നിന്നെ ഒരു ചൊക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞത് തന്നെയാ. നിന്റെ തലയിലുണ്ടല്ലോ മുഴുവൻ പിണ്ണാക്ക, മരോട്ടി പിണ്ണാക്ക്. അയ്യോ, സഹിക്കവയ്യേ, എന്തൊരു അപമാനം. പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ? എന്തൊക്കെ പറഞ്ഞാലും ആളൊരു പാവാ. എനിക്കിഷ്ടാ. ഇങ്ങടും അങ്ങനെ തന്നെയാവും. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല ക്രോക്കിയങ്കള്. ഇത് കാറ്റടിച്ച പറക്കുന്നതാ. എടാ ഡംഡം, നീ എന്നെ എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത്? കയറ് കഴുത്തിൽ കുരുക്കരുതെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞതാ. അയ്യോ അയ്യോ, എന്നെ ഇട്ട് വലിക്കാവുന്ന വിട്രാ. അയ്യോ വിട്രാ. ചൂടാവണ്ട എടോ മണ്ടൻ ക്രോക്കിയങ്കളെ, താനത് പെട്ടൂന്ന് പറഞ്ഞാ മതിയല്ലോ. പാവം തുണി ചത്തു ആവോ? അനക്കില്ലല്ലോ.
നമ്മൾ ഭീകരരുടെ ഒളിത്താവളത്തിലെത്തി. വല്ലാത്ത ഇരുണ്ട സ്ഥലം തന്നെ. വഴി നിശ്ചയമുണ്ടോ? സിംഹത്തെ വീഴ്ത്താനുള്ള തന്ത്രം പാളിയത് നിന്റെ മണ്ടത്തരം കൊണ്ട് മാത്രമാണ്. അത് കേട്ടില്ലേ അവരുടെ ശബ്ദം? ഇനി ആ സിംഹത്തിന്റെ ഉറക്കം കെടുത്താനുള്ള വഴി കണ്ടുപിടിക്കണം. നാണം കെട്ട് അവൻ ഈ കാട് വിട്ടു പോകണം. ആ 3 പേരും അവിടെ ഉണ്ട്. കരിമ്പ, നീ പറഞ്ഞത് ഞാൻ ശരിവച്ചിരിക്കുന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നം. നിന്നെയൊക്കെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുപോകും. നീ ഇത് എന്ത് ഭാവിച്ചാടാ? ഞാൻ ഈ കയർ കടിച്ചു പൊട്ടിച്ച് താഴേക്ക് ചാടാൻ പോകുകയാ. നിന്റെ വാലിങ്ങോട്ട് നീട്ടിക്കോ. താഴേക്ക് വാ. താഴേക്ക് വരാൻ പറ്റുന്നില്ലടാ. ഇതാ പിടികിട്ടി. കിട്ടിപ്പോയി. ഇതെന്ത് നാശം! എന്റെ വയറ് പിടിച്ചു മുറുക്കാതെ. എന്തിഷ്ടാ താൻ അവനെ പിടിച്ചു നിർത്താമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? ഡണ്ടം, ഇത് വലിയ തൊന്തരവായല്ലോടാ. കഷ്ടം തന്നെ. എടാ ഡണ്ടം, താഴേക്ക് ചായ്ക്കടാ. എടാ പാരച്ചൂട്ട് താഴേക്ക് ചായ്ക്കടാ. നീ എന്താണ് അവിടെ ചെയ്യുന്നത്? എടാ ഡണ്ടം, പാരച്ചൂട്ട് നിയന്ത്രിക്കാൻ. അയ്യോ, നമുക്ക് സിംഹരാജാവിനോട് പറയാം. ഓടിവാ. അയ്യോ, അവരെല്ലാം പാരച്യൂട്ടിൽ കുരുങ്ങിപ്പോയി. വണ്ടർഫുൾ. ഹിപ്പോയും പാരച്യൂട്ടിൽ കയറിയോ? എങ്കിൽ എന്നെ കൂടി കൊണ്ടുപോടാ. ഇടോ നിർത്തടാ. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നമുക്ക് ആ സിംഹത്തിന്റെ കൊട്ടാരം പിടിച്ചടക്കണം. നീ പറഞ്ഞത് ശരിയാ. ഞാൻ രാജാവ്, നീ മന്ത്രി. നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്ന ആ മിടുക്കന്മാരായ ധീരന്മാരെ നമുക്കൊന്ന് ആദരിക്കണ്ടേ? പിന്നെ വേണം. നമുക്കൊരു ഗംഭീര സദ്യ തന്നെ കൊടുത്തു കളയാം. അത് വേണ്ടതല്ലേ? നമ്മുടെ അതിഥികളായ ധൈര്യശാലികളല്ലേ അവര്. അവര് നമ്മളല്ലാതെ ആരാ ആദരിക്കാം? എടാ ഡണ്ടം, എന്ത് ചെയ്യുവടാ? അപ്പൻ ടെൻഷൻ അടിക്കാതെ, ഇത് ഞാൻ ഏറ്റു. ആ മണ്ട ക്രോക്കിയങ്ങൾ ചെയ്ത പോലെ ആ കയർ അരയ്ക്കങ്ങോട്ട് ചുറ്റിക്കോ അപ്പാ, ചുറ്റിക്കോ. നിങ്ങളുടെ PT മാഷ് ഓടി വരുന്നത് കണ്ടോ? നിക്കാൻ തീരെ നേരമില്ല. പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. ഞാനും തിരക്കുള്ള ആളാ. എങ്ങോട്ടാ ഹിപ്പപ്പ? എങ്ങോട്ടെങ്കിലും ചെല്ലടോ, അല്ലാതെ എന്ത് പറയാനാ? അപ്പാ
അയ്യോ താഴെ നദിയാണ്. അറിയാമടാ. എന്റെ കഴുത്തിലാ നശിച്ച കെട്ട്. ഇത് പൊട്ടണമില്ല. എടാ ഹിപ്പോപ്പ, താൻ താഴേക്ക് ചാടിക്കോ. ഫാന്റാസ്റ്റിക്. എന്തായാലും അതൊരു ഉഗ്രൻ പാരച്യൂട്ട് തന്നെ, സംശയമില്ല. തടാകക്കരയിൽ നിൽക്കുന്നവരുടെ ഇടയിൽ ഒരു കലക്ക് കലക്കാം. ഇതെല്ലാം എന്റെ സ്പോർട്സ് സ്കൂളിന്റെ ഭാഗമാണ്. ക്രോക്കിയങ്ങളെ അനങ്ങാതെ പിടിച്ചു കിടന്നോ. ഭാഗ്യമുണ്ടെങ്കിൽ കാറ്റ് നമ്മെ തിരിച്ചു കൊണ്ടുപോകും. കുട്ടികളെ ഓടി വരൂ. ഡംഡം പക്ഷികളെ പോലെ പറക്കാൻ പരിശീലിക്കുകയാണ്. ഹായ് ഹായ്. അത് ശരി. അപ്പൊ അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ മിസ്റ്റർ കൗകൗ. നാളുകളായുള്ള എന്റെ പരീക്ഷണമാ വിജയിച്ചത്. ഒരു പാരച്യൂട്ട് യാത്ര. എന്റെ PT മാഷേ, പ്ലീസ് മണ്ടത്തരം എഴുന്നള്ളിക്കാൻ വേറെ സമയം തരാം. ഒന്ന് പോ. എടാ കൗകൗ, എന്തിനാടാ ടീച്ചറുടെ വായിലിരിക്കുന്ന കേൾക്കണം? പറഞ്ഞുകൊടു. ഞാനേ ഒരു വിവരം അറിഞ്ഞിട്ട് വരാ. സത്യാണോ എന്ന് നിശ്ചയില്ല. അത്രക്ക് ഏഭ്യത്തരമാണ്. ഇങ്ങനെ ഒരുത്തിനെ പോലീസിലെടുത്തോ? എന്താ എടുത്താൽ? ഇല്ല ഇല്ല, എന്നെ ആരും പോലീസിൽ എടുത്തിട്ടില്ല. എനിക്ക് പറ്റിയ ഉയർന്ന റാങ്ക് നമ്മുടെ പോലീസിലില്ല. തന്നെ ആർക്ക് വേണം? ഹേ, തന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. കൗകൗ വേണമെങ്കിൽ ഗുസ്തി പഠിപ്പിക്കട്ടെ. പോലീസിൽ മണ്ടന്മാരും ഉണ്ടല്ലോ. അതെ, അറിഞ്ഞോ? ഹിപ്പോപ്പിന് കരടി പോലീസിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടി. ഇറ്റ്സ് എ ലൈ. ഈ റാബിറ്റ് ടീച്ചർ ഇത്തരം ഊളത്തരങ്ങൾ എന്നും പറയാറുണ്ട്. നിങ്ങളത് വിശ്വസിക്കരുത്. അയ്യടാ. ഹായ്, താനിങ്ങനെ ചൂടാവണ്ടോ. കേട്ടറിവ് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു നിയമനം നടന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് ആ യാത്ര ഒരു കേസന്വേഷണത്തിന്റെ ഭാഗ. നമ്മുടെ ആന തലയൻ ചേട്ടൻ. തലയൻ ചേട്ടോ, കാറ്റ് തിരിച്ചടിച്ചേ. നോൺസെൻസ്. ഇത് ഞാൻ വിശ്വസിക്കില്ല. പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചെങ്കിലും യോഗ്യത വേണ്ടേ? അല്ല, എന്റെ അത്രയും വേണ്ട. നമ്മുടെ ഹിപ്പോപ്പനെ അത്ര പോലും യോഗ്യതയില്ല. ആളൊരു ഇഡിയറ്റാണ്. മിസ്റ്റർ കൗകൗ, താൻ മണ്ടൻ എന്ന് വിളിച്ച ഹിപ്പോപ്പനാണ് നമ്മുടെ ഹിപ്പോ സ്കൂൾ തുടങ്ങിയത്. അത് താൻ മറക്കേണ്ടോ. താൻ പേടിക്കണ്ടോ. ഹിപ്പോപ്പൻ പോലീസ് ആയാൽ തനിക്ക് നഷ്ടമൊന്നും വരില്ല. സ്റ്റുപ്പിഡ് നോൺസെൻസ്. മിസ്റ്റർ തലയൻ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ സത്യം അറിയാതെ പരിഹസിക്കരുത്. ഈ പോലീസ് എന്നെയും വിളിച്ചിരുന്നു. ഇത്തരം ചീപ്പ് ഓഫറുകൾക്ക് നിന്ന് കൊടുക്കുന്നത് എന്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല. നീ ഇങ്ങനെ അങ്ങോട്ടൊന്നും വിഷമിക്കണ്ടോ. നിന്റെ സ്റ്റാറ്റസിന് ചേർന്നൊരു വേല ഇപ്പൊ തന്നെ നിനക്കങ്ങട് കിട്ടും. മിസ്റ്റർ തലയൻ, ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. സ്റ്റുപ്പിഡ് നോൺസെൻസ്. എടോ PT മാഷേ, താൻ വേണമെങ്കിൽ എന്റെ ബോഡി ഗാർഡായി നിന്നോ. ടുട്ടു, ഓടിവാ. പാരച്യൂട്ട് പറന്ന് കടലിലേക്ക് പോകും. നമുക്ക് സിംഹരാജാവിനോട് സഹായം ചോദിക്കാം. ഡംഡം, നമ്മളിത് എങ്ങോട്ടാടാ പോകുന്നത്? എടാ, എന്റെ കൈ കഴിക്കുന്നടാ. ഞാൻ താഴെ കായലിലേക്ക് ചാടാൻ പോകുകയാ. അയ്യോ പപ്പ, ചതിക്കല്ലേ. താഴെ കൊടും കാടാണ്. എടോ കരടി പോലീസേ, ഞാൻ ചെമ്പൻ കടുവ. സിംഹരാജന് പകരം ഞാനായിരിക്കും കാട്ടിലെ രാജാവ്.
അവൻ വലിയ ചൂടനാ, വെട്ടംപോത്ത്. പൊട്ടൻ ശങ്കു. ഒന്ന് പായടാർന്ന്. ഈ പോത്തൻ പോലീസ് മന്ത്രിയാ. ഞാൻ കരിമ്പുലി. ഈ കാട്ടിലെ തീറ്റ സാധനങ്ങൾ മുഴുവൻ ഞാൻ നോക്കും. തീറ്റ മന്ത്രി. എടോ ചെമ്പൻ കടുവ, ധൈര്യമുണ്ടെങ്കിൽ അഴിച്ചു വിടടോ ഞങ്ങളെ. കരടി പോലീസിന്റെ വീര്യം കൊള്ളാം കൊള്ളാം. ഓ എടാ ഡംഡം, നീ ആള് വീരനാണ്. ഹിപ്പോപ്പാ, താൻ താഴേക്ക് ചാടിയാ തന്റെ കാര്യം പോക്കാ. താഴെ ചെമ്പൻ കടുവയുടെ കാടാത്രേ. അയ്യോ എന്റെ കാട്ടുദേവരെ. എടാ ഡംഡം, വേഗം പാരച്ചൂട്ട് ഉയർത്തടാ. എടാ നീ എന്താണ് അവിടെ ചെയ്യുന്നത്? അയ്യയ്യ, എന്തുട്ടണത്? ഹിപ്പോപ്പനെ രക്ഷിക്കാൻ നമ്മുടെ സിംഹരാജാവാൻ അവസാനം വേണ്ടി ഒന്നുമില്ല. മണ്ടൻ ഹിപ്പോയെയാണ് നമ്മുടെ കരടി പോലീസ് സഹായത്തിന് വിളിച്ചിരിക്കുന്നത്. കഷ്ടം. പ്രഭു, പാരച്യൂട്ടിൽ കുടുങ്ങി അവർ ആകാശത്ത് പറന്നു നടക്കുന്നു. താഴെ ഇറക്കാൻ സഹായിക്കണം. സഹായിക്കണം പ്രഭു, സഹായിക്കണം. അയ്യോ, ആരാണ് ആ പാരച്യൂട്ട് ഉണ്ടാക്കിയത്? ആരായാലും വലിയ കഷ്ടമായിപ്പോയി. ആ ഹിപ്പോമേ, ഈ മാല കൊള്ളാമല്ലോ. ഇത് എവിടുന്ന് വാങ്ങിയതാ? എന്റെ തമ്പ്രാനെ, പാരച്യൂട്ടിൽ നമ്മുടെ പാരച്യൂട്ട്, അതിനെപ്പറ്റി ഹിപ്പോമ പറയണത്. പ്രഭു, രക്ഷിച്ചില്ലെങ്കിൽ അവർ കാട് പിന്നിട്ട് കടലിലേക്ക് പോകും. രക്ഷിക്കണം. ഓ, കടലിലേക്ക് പോകാൻ പറ്റുമോ? ആഹാ, അത് കൊള്ളാമല്ലോ. ഹിപ്പോമേ, നിങ്ങൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് പുരട്ടുമോ? ഇല്ല. ഇല്ലേ? അത് പാടില്ല. നമ്മുടെ പ്രജകൾ മുഴുവൻ ചുണ്ടിൽ ഈ നിറം പുരട്ടുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. അയ്യോ, എന്താ പുറത്ത് ബഹളം? ആരെങ്കിലും ചത്തോ? പ്രഭു, അടുത്തോട്ട് കാണാൻ കാട്ടുവാസികൾ തടാകരയിൽ കൂടിയിരിക്കുകയാണ്. ആഹാ, അത്ര കാഴ്ചയാണോ ഈ പാര, ഈ പാരച്ചൂട്ട്? എങ്കിൽ നമുക്കും അതൊന്ന് കാണണമല്ലോ. ഇപ്പൊ അമ്മ പറയണ മാതിരി അയാളെ താഴെ ഇറക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ക്രോക്കി മുതല അവൻ എങ്ങനെ അതിൽ കേറിപ്പറ്റി? ഏതായാലും അവർ സർക്കസ് കാണിക്കുകയാണെങ്കിൽ നമുക്കും അത് കാണാൻ അതിയായ താല്പര്യമുണ്ട്. ഹിപ്പോപ്പനെ പോലീസിലെടുത്തെന്ന് കേട്ടല്ലോ. അവനെ ഒന്ന് പരീക്ഷിക്കാൻ നോം അങ്ങനെ തീരുമാനിച്ചു. പരീക്ഷയിൽ തോറ്റാൽ അവൻ പോലീസിൽ നിന്നും ഔട്ട്. ജയിച്ചാൽ അവന് ഉയർന്ന സ്ഥാനവും സമ്മാനവും നോം കൊടുക്കും. പക്ഷെ എവിടുന്ന് ജയിക്കാൻ? മിസ്റ്റർ കൗകൗവിനും അങ്ങനെ ഒരു അവസരം കൊടുക്കുമോന്ന് ചോദിക്കട്ടെ. ശരി, അവനും നോം ഒരു അവസരം കൊടുക്കാം. പാവം. അങ്ങനെ വേണം. കൊള്ളാം. തലയും വലിയ പണിയാ വെച്ചു കൊടുത്തത്. കൗകൗ ഇനി വലിയ കുഴപ്പത്തിൽ ചാടിയതു തന്നെ. ഡംഡം കാറ്റത്ത് വട്ടം കറങ്ങുന്നടാ. ഹോ, അയ്യോ അയ്യോ, മറിച്ചില്ലേല് തട്ടി എന്റെ കാല് പൊട്ടി. എടോ ക്രോക്കി, അയ്യോ. അപ്പോൾ നിയമമന്ത്രിക്കാണ് ശിക്ഷയുടെ ചുമതല. അയ്യടാ, ഇതാര്? കരടി പോലീസ്. ഇപ്പോ വേഗം വേഗം ഈ കെട്ടഴിച്ച് രക്ഷിക്ക് സാർ. തോറ്റോടാ 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 തോറ്റോടാ.
നോക്കിയോടാ കൈകൊട്ടി പാടണ കണ്ടോടാ നീയൊക്കെ വീണത് കണ്ടോടാ നിന്നുടെ ഈറ്റില്ലം പൊട്ടിയ കണ്ടോടാ കൈകൂട്ടി കെട്ടിയ കണ്ടോടാ തോറ്റോടാ 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 അവിടെ അടി നടക്കട്ടെ, നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ച കാണാപ്പ. നല്ല രസമുണ്ടല്ലേ? ഹായ് ഹിപ്പോപ്പ, താങ്ക് യു. താങ്കൾ കൃത്യസമയത്ത് വന്ന് സഹായിച്ചു. എടാ മോനെ, നന്ദിയുണ്ടടാ. എടാ നീയാണ് ബാലൻസ് തെറ്റി വീണത്. ഹിപ്പോപ്പ പോവുകയാണോ? കൃത്യസമയത്ത് ഹിപ്പോപ്പൻ ചാടി വീണു രക്ഷിച്ചു. തോറ്റോടാ 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 സിംഹത്തെ തോൽപ്പിക്കാൻ നോക്കിയോടാ ആഹാ, ഹിപ്പോപ്പൻ അവസരം ഉപയോഗപ്പെടുത്തി വിജയിച്ചിരിക്കുന്നു. ഡംഡം മിടുക്കൻ, പാരച്യൂട്ട് നയിച്ച സാരഥി. ഡം ഡം ഹിപ്പോ ഹിപ്പോ ഡം ഡം കുട്ട കുട്ട